ഗൈസ്, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിച്ച് വേഗം ഞങ്ങൾ ജയചന്ദ്രനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട ഊടുവഴി മൊത്തം ചുറ്റിക്കറങ്ങി ഞങ്ങൾ അവസാനം ജയചന്ദ്രനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാർക്കിംഗ് സ്പേസ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഈ ഒരു സ്പേസ് ഞാൻ ഇത്ര ഫ്രീ ആയി ആദ്യമായിട്ടാണ് കാണുന്നത്. വീക്കെൻഡ് വല്ല നമ്മളിവിടെ ഒന്ന് വെട്ടുപോയാൽ ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. അത്രത്തോളം തിങ്ങി നിറഞ്ഞ് വണ്ടികളും ക്രൗഡും ആയിരിക്കും. ചെന്നൈയിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നതിന് പോലും നമുക്ക് തോന്നിപ്പോവും. ഇതിനിടയ്ക്ക് എൻ്റെ അനിയൻ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെയിലത്തുനിന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നൈസായിട്ട് അവനെ ഒഴിവാക്കി നേരെ ജയചന്ദ്രൻ ഉള്ളിലേക്ക് കയറി. നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇവിടെ ഒന്നും അല്ലാത്തതുകൊണ്ട് നേരെ ലാസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ അധികം ഒന്നും വാങ്ങാനില്ലെങ്കിൽ കൂടി ട്രോളി മസ്റ്റാണ്. കാരണം വാവനെ അതിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തോണ്ട് നടക്കണമല്ലോ. പാലും തൈരും ഒക്കെ എടുത്തതിന് ശേഷം എനിക്കധികം ഉപകാരപ്പെടാത്ത കുറച്ച് സാധനങ്ങളും ചേട്ടൻ എടുക്കുന്നുണ്ടായിരുന്നു. സോപ്പ്, പേസ്റ്റ്, പിന്നെ അതുപോലെ ബ്രഷും ഒക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനായ വെജിറ്റബിൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയത് തക്കാളിയുടെ അടുത്തേക്കാണ്. കാരണം കിച്ചണിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നത് തക്കാളി തന്നെയാണ്. അതിനുശേഷം വെറൈറ്റി ഓഫ് ചീരാസും ഞാൻ കണ്ടു. അതിനകത്ത് എനിക്ക് അറിയാവുന്ന ഒരു ചീരയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചേട്ടനെ കാണാനില്ലായിരുന്നു. നോക്കുമ്പോൾ കാണാൻ പഴങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കായിരുന്നു. അങ്ങനെ കുറെ കദളിപ്പഴമൊക്കെ എടുത്തോണ്ട് ആള് വന്നു. ഒന്നും കഴിച്ചില്ല. ഇപ്പൊ കഴിച്ചാലേ ബില്ല് ചെയ്യണ്ടേ? ഒരു വിധത്തിൽ അവൻ്റെ ആ ചക്ക വാങ്ങി ഞാൻ ഇതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചു. അതിനുശേഷം നോക്കുമ്പോൾ പിന്നെ എൻ്റെ ചേട്ടനെ കാണാനില്ല. നോക്കുമ്പോൾ അടുത്ത കവർ പഴമായിട്ട് ആൾ വന്ന് നിൽക്കുകയാണ്. പഴത്തിൽ ആരോ കാര്യമായിട്ട് കൈവശം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കുമ്പോൾ ബ്ലൂബെറിക്ക് 160 രൂപയുള്ളൂ. നാട്ടിൽ 2-3 പ്രാവശ്യം വാങ്ങാൻ പോകുമ്പോഴും വില 240-300 ഒക്കെ ആയിരുന്നു. അങ്ങനെ കണ്ട എല്ലാ സാധനങ്ങളും നുള്ളിപ്പറക്കി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോയി. ബില്ലും കിട്ടി പേയും ചെയ്തതിന് ശേഷം ഞങ്ങൾ സാധനങ്ങളെല്ലാം നുള്ളിപ്പറക്കി തിരിച്ച് ട്രോളിയിലേക്ക് വെച്ചു. സാധനങ്ങൾ നുള്ളിപ്പറക്കി വെച്ചില്ല, അവർ നമുക്ക് കവറിലാക്കി. മൊത്തം 3 കവർ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബില്ലും കണ്ണും തള്ളി നിൽക്കുന്ന ചേട്ടൻ എന്നോട് ഒറ്റ ചോദ്യം, എന്താ അല്ലേ ഇതൊക്കെ നമ്മൾ തന്നെയാണോ വാങ്ങിയത് എന്നൊരു ചോദ്യം. ഈ ഒരു സെക്ഷൻ മാത്രമാണ് എപ്പോഴും നമുക്ക് സങ്കടം തരുന്നത്. കയ്യിലുള്ള പൈസയൊക്കെ പോയ സങ്കടത്തിൽ ഞങ്ങൾ വേഗം ക്യാമറയിലൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് ഞങ്ങൾക്ക് സങ്കടം ഇല്ലാന്ന് എല്ലാവരും ഒന്ന് അറിയണമല്ലോ. ഇനി അവിടെ നിന്ന് മുതലാവില്ലെന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ ലിഫ്റ്റും പിടിച്ച് എക്സിറ്റ് ആയി. അപ്പോൾ കണ്ട ഒരു ഉണ്ണിക്കുട്ടൻ എന്നെ നോക്കി നിൽക്കുന്നത്. അവനൊരു ഭയം കൊടുത്ത് നേരെ ഞങ്ങൾ പോയത് PSR മാർക്കറ്റിലേക്കായിരുന്നു. അതൊരു ഫിഷ് മാർക്കറ്റാണേ. അപ്പോൾ നമ്മൾ ചീനി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഫിഷ് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് കിളിമീനും ചെമ്പല്ലി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വലുതും ചെറുതായിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. കാരണം ചൂടായതുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്കാണ് നടന്ന് അങ്ങോട്ട് പോയത്. ഞാൻ അവിടെ മാറി നിൽക്കാനുണ്ടായത്. അപ്പോൾ കട്ട് ചെയ്ത് വേഗം തന്നെ വന്നു. അതും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.